കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കിയിരിക്കുന്നത് PG അഡ്മിഷനാണ്. ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളെല്ലാം PG അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ചില യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ PG അഡ്മിഷൻ MG യൂണിവേഴ്സിറ്റി PG അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ PG അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ PG അഡ്മിഷൻ 2024 MG യൂണിവേഴ്സിറ്റിയുടെയാണ്. MG യൂണിവേഴ്സിറ്റിയുടെ ബിരുദ ഏകജാലകം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ മാസം ജൂൺ 15 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് പ്രോസ്പെക്ടസ് എല്ലാം വായിച്ചു നോക്കുക, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ നോക്കുക, വീഡിയോ, അതായത് MG യൂണിവേഴ്സിറ്റി വീഡിയോ ഉൾപ്പെടെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോയിൽ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടതാണ്. നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യൂണിവേഴ്സിറ്റി തരുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് മാത്രമേ നിങ്ങൾക്ക് സാധിക്കൂ. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ ആദ്യം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വായിച്ച് നോക്കിയതിന് ശേഷം തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ഇങ്ങനത്തുള്ള ഫുൾ ഡീറ്റെയിൽസും MG യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓൺലൈൻ അവൈലബിലിറ്റി 25 മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്, മെയ് 25 മുതൽ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജൂൺ 14 വരെ, ജൂൺ 15 ലാസ്റ്റ് ഡേറ്റ് എന്ന് ഓൾറെഡി പറഞ്ഞു. ജൂൺ 15 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം പബ്ലിക്കേഷൻ ഓഫ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 19 ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ജൂൺ 19 ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ആഡിങ് ആൻഡ് ഡിലീഷൻ ഓപ്ഷനൊക്കെ നൽകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റീഅറേഞ്ച്മെൻറ്റ് നടത്താനായിട്ടൊക്കെ സാധിക്കും. അതിനുള്ള സമയമാണ് 19, 20 തീയതികൾ. അതിനുശേഷം 25 ജൂൺ 25 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം കോളേജിൽ ജോയിൻ ചെയ്യുന്നത്, അതായത് 25, 26 തീയതികളിലായിട്ടാണ് നിങ്ങൾക്ക് കോളേജ് ജോയിനിങ്, അഡ്മിഷനും കോളേജും അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഫീസൊക്കെ നൽകേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 25, 26. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് നിങ്ങൾക്ക് ജൂൺ 27 വരെയാണ് നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ജൂലൈ 1 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ജൂലൈ 1 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 5 പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെയും വരും. കേരള യൂണിവേഴ്സിറ്റിയുടെ വരുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് PG അപ്ലൈ ചെയ്യാനൊക്കെ താല്പര്യം കാണും. അതുപോലെ തന്നെ ഡിഗ്രി പോലെയല്ല, ഒരുപാട് സീറ്റുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ യൂണിവേഴ്സിറ്റികളൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അടുത്തടുത്ത കോളേജൊക്കെ വരുന്നുണ്ടെങ്കിൽ കേരളയും MG ഒക്കെ എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന കോളേജുകൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെൽഫ് ഫിനാൻസിങ് കോളേജുണ്ട്, ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ കൃത്യമായിട്ട് കോളേജുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം മറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്